ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം. തിരുവനന്തപുരത്തെ UDF സ്ഥാനാർത്ഥിയായ ശശി തരൂരിനെതിരെ വളരെ ഗുരുതരമായ ആരോപണവുമായി BJP ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. സുപ്രീം കോടതി അഭിഭാഷകനായ ജെ ആനന്ദ് ദെഹദ്രായ് ഉന്നയിച്ച ആരോപണമാണ് BJP ഏറ്റെടുത്തത്. ഡൽഹിയിലെ ഹോട്ടലിൽ തരൂർ ഒരു സ്ത്രീയോട് അപമര്യാദയായി പെരുമാറിയെന്നാണ് ആക്ഷേപം. സംഭവം മൂടിവെക്കാൻ ശ്രമിച്ചുവെന്നും ദെഹദ്രായ് ആരോപിക്കുന്നുണ്ട്. ഇതേക്കുറിച്ച് മാധ്യമപ്രവർത്തകൻ ദെഹദ്രായ്ക്ക് അയച്ച സന്ദേശവും സമൂഹ മാധ്യമമായ എക്സിൽ പങ്കുവച്ച ആരോപണത്തിന്റെ ഒപ്പം ചേർത്തിട്ടുണ്ട്. BJP നേതാവ് അമിത് മാളവ്യയാണ് ദെഹദ്രായുടെ ആക്ഷേപം ഏറ്റെടുത്ത് വാർത്തയാക്കിയത്. അതുകൂടാതെ ശശി തരൂർ മറുപടി പറയണമെന്നും അമിത് മാളവ്യ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ ഇതുവരെ ശശി തരൂർ യാതൊരു വിധത്തിലുള്ള പ്രതികരണവും നടത്തിയിട്ടില്ല. തിരുവനന്തപുരം മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ശശി തരൂർ ഹോട്ടലിൽ വെച്ച് സ്ത്രീയോട് അപമര്യാദയായി പെരുമാറിയെന്ന് സുപ്രീം കോടതി അഭിഭാഷകന്റെ വെളിപ്പെടുത്തൽ ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. 2022 ഒക്ടോബർ 11 ഡൽഹിയിലെ ഹോട്ടലിലാണ് സംഭവം നടന്നതായി ആരോപിക്കുന്നത്. സ്ത്രീയുടെ പരാതി മൂടിവെക്കാൻ പ്രമുഖ മാധ്യമ പ്രവർത്തകനായ കരൺ ഥാപ്പർ ശ്രമിച്ചുവെന്നും അഭിഭാഷകനായ ജെ ആനന്ദ് ദെഹദ്രായ് എക്സിൽ കുറിക്കുന്നുണ്ട്. ശശി തരൂരിന്റെ ധാർമ്മികതയെ ചോദ്യം ചെയ്തുകൊണ്ട് BJP IT സെൽ മേധാവി അമിത് മാളവ്യ രംഗത്ത് വരികയും ചെയ്തു. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ച കോൺഗ്രസിന്റെ പോസ്റ്റർ ബോയായി ശശി തരൂരിന്റെ ഔചിത്യത്തിനെതിരെ നിരവധി ചോദ്യങ്ങളാണ് ഉയർന്നതെന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചു. ഭാര്യയുടെ ദുരൂഹമായ മരണത്തിൽ അദ്ദേഹത്തിന്റെ പങ്ക് സംശയാസ്പദമാണ്. അതിന്റെ കൂടെയാണ് ഇതും കൂടി പുറത്തു വന്നത്. ഇരയുടെ നിശബ്ദത മനസ്സിലാക്കാവുന്നതേയുള്ളൂ. തരൂരും ഥാപ്പറും ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തണമെന്നും BJP നേതാവ് പറഞ്ഞു. സുപ്രീം കോടതി അഭിഭാഷകൻ ജെ ആനന്ദ് ദെഹദ്രായുടെ സോഷ്യൽ മീഡിയ പോസ്റ്ററിലൂടെയാണ് സംഭവം ആദ്യം പുറത്തു വന്നത്. കരൺ ഥാപ്പർ ഇതുമായി ബന്ധപ്പെട്ട് അയച്ച സന്ദേശത്തിന്റെ സ്ക്രീൻഷോട്ടും ജെ ആനന്ദ് എക്സിൽ പങ്കുവച്ചിട്ടുണ്ട്. ഇരയ്ക്കൊപ്പം നിൽക്കുന്നതിന് പകരം തരൂരിനെ പിന്തുണയ്ക്കുകയാണ് ഥാപ്പർ ചെയ്തതെന്നാണ് അഭിഭാഷകൻ എക്സിലെ കുറിപ്പിലൂടെ കുറ്റപ്പെടുത്തിയത്. അതേസമയം തന്നെ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സമയത്താണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ഗുരുതര ആരോപണം ശശി തരൂരിനെതിരെ ഉണ്ടായിരിക്കുന്നത്. ഇതാദ്യമായല്ല ശശി തരൂരിനെതിരെ ഈ രീതിയിലുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ വിമർശനങ്ങൾ ഉയർന്നു കേൾക്കുന്നത്. മുൻപും പലതരത്തിലുള്ള ആരോപണങ്ങൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. മുൻപ് ശശി തരൂരിന്റെ ഭാര്യയായ സുനന്ദ പുഷ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പല ആരോപണങ്ങളും തരൂരിനെതിരെ ഉണ്ടായിരുന്നു. തരൂരിന്റെ ഭാര്യ സുനന്ദയുടെ മരണം വളരെ ദുരൂഹമായിരുന്നു. ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ട് ശശി തരൂർ ഇപ്പോഴും ആരോപണ വിധേയനാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ മരണത്തിൽ തരൂരിന് പങ്കുണ്ട് എന്ന ആരോപണങ്ങൾ അന്നും ഇന്നും പലരും ഉന്നയിക്കുന്നുണ്ട്. 2014 ജനുവരി 19 ഡൽഹിയിലെ ഒരു സ്വകാര്യ ഹോട്ടൽ മുറിയിൽ വെച്ച് സുനന്ദ പുഷ്കറിന്റെ മൃതദേഹം കണ്ടെടുക്കുന്നത്. ആ സമയം മുതൽക്കേ ഭാര്യയുടെ മരണത്തിൽ തരൂരിന് പങ്കുണ്ടെന്ന ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ പോലും ബാധിക്കുന്ന തരത്തിലുള്ള ഒരു വാർത്ത കൂടെ പുറത്തു വന്നിരിക്കുന്നത്. തിരുവനന്തപുരത്തെ സിറ്റിംഗ് MP കൂടിയാണ് ശശി തരൂർ. വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ശശി തരൂരിനും കോൺഗ്രസിനും കനത്ത പ്രഹരമാണ് ഈ ആരോപണങ്ങളിലൂടെ ഉണ്ടായിരിക്കുന്നത്. ഇനി അതല്ല, ഇതിന്റെ സത്യാവസ്ഥ മറ്റൊന്ന് ആണെങ്കിൽ പോലും അത് ഇതുവരെ പ്രതികരിക്കാൻ കൂടി നേതാക്കൾ പോലും തയ്യാറാകുന്നില്ല. അതുകൊണ്ട് തന്നെ ശശി തരൂരിനെതിരായി വിമർശനങ്ങളും ഉയരുന്നുണ്ട്. എന്തായാലും വരുന്ന തിരഞ്ഞെടുപ്പിൽ ഈ ഒരു സംഭവം തിരഞ്ഞെടുപ്പ് ഫലത്തെ പോലും ബാധിക്കും എന്നത് ഉറപ്പാണ്. എന്നാൽ ഈ ഒരു വിഷയം മാത്രമല്ല തിരുവനന്തപുരത്ത് ശശി തരൂരിന് എതിരായി നിൽക്കുന്നത്. കഴിഞ്ഞ 15 വർഷമായി ശശി തരൂർ തിരുവനന്തപുരം MP ആയിരുന്നിട്ട് കൂടി ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഒന്നും തന്നെ പരിഹരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. തരൂരിനെതിരായ ഒരു ജനരോഷം തിരുവനന്തപുരത്ത് നിലനിൽക്കുന്നുണ്ട്. ഇതുകൂടാതെ NDA സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖറിന്റെ പെട്ടെന്നുള്ള മുന്നേറ്റവും തിരഞ്ഞെടുപ്പിൽ ശശി തരൂരിന് എതിരാകുന്നതാണ്. ഇതുകൂടാതെ എതിർ സ്ഥാനാർത്ഥിയായ പന്ന്യൻ രവീന്ദ്രനെ കുറിച്ചുള്ള ആരോപണത്തിലും, അതായത് അദ്ദേഹം മത്സരിക്കേണ്ടതില്ല എന്ന് തരൂർ പറഞ്ഞ ആരോപണത്തിലും അദ്ദേഹം പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ എല്ലാം തന്നെ ശശി തരൂരിനൊപ്പം ഉണ്ടായിരുന്ന ന്യൂനപക്ഷ വോട്ടുകൾ ഇത്തവണ മലക്കം മറിയാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് തിരഞ്ഞെടുപ്പ് ഫലത്തെ മാറ്റിമറിക്കുന്നതാണ്. എന്തായാലും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ശശി തരൂരിനെതിരെ ഉയർന്നു കേൾക്കുന്ന ആരോപണങ്ങളൊക്കെ തരൂരിനെതിരായ രാഷ്ട്രീയ ആയുധമാക്കാൻ എന്തായാലും സാധ്യതയുണ്ട്. ഇത്തരം ആരോപണങ്ങളിൽ നിന്ന് എല്ലാം ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് തരൂർ എങ്ങനെ രക്ഷപ്പെടുമെന്ന് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു.
കഴിഞ്ഞ 3 തവണയും ജനപിന്തുണയോടെ വിജയിച്ച സ്ഥാനാർത്ഥിയായ തരൂരിനെ ഇത്തവണ തിരുവനന്തപുരത്തെ ജനങ്ങൾ കൈവിടുമോ എന്നത് കണ്ടറിയണം. അതേസമയം സംസ്ഥാനത്ത് ഒന്നടങ്കം കോൺഗ്രസിനെതിരെ ഒരു ജനരോഷമുണ്ട്. കോൺഗ്രസിനുള്ളിൽ തമ്മിൽ തല്ലും കൊഴിഞ്ഞുപോക്കും രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. പല നേതാക്കൾക്കും എതിരെ നിരവധി അഴിമതി ആരോപണങ്ങളും നിലവിലുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് ഏറെ പ്രതീക്ഷ വയ്ക്കുന്ന തിരുവനന്തപുരം പോലെ ഒരു മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായ ശശി തരൂരിന് ഇപ്പോൾ ഈ ഒരു പ്രതിസന്ധി നേരിടേണ്ടി വരുമ്പോൾ കോൺഗ്രസിനെ മൊത്തത്തിൽ ഇത് ബാധിക്കുന്നതാണ്. കൂടാതെ ഈ വിഷയത്തിൽ കോൺഗ്രസ് പ്രതികരിക്കാതിരിക്കും തോറും വിമർശനങ്ങൾ വർദ്ധിച്ചു വരികയാണ്. എന്തായാലും വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് ശശി തരൂരിന് അത്ര എളുപ്പമായിരിക്കില്ല.